ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് Iqoo 11 ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ആക്കുന്ന വീഡിയോ ആണ്. സോ ഇപ്പോൾ എനിക്ക് നമ്മുടെ 8GB 256GB Iqoo 11 ലെജൻഡ് ഡിസൈനിലാണ് ഇരിക്കുന്നത്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ സെറ്റിംഗ്സിൽ പോവാം. ആൻഡ് ഷോർട്ട് കട്ട് ആൻഡ് ആക്സിബിലിറ്റി ആണ്. സോ ലെറ്റ്സ് സ്ക്രോൾ ഡൗൺ. ഷോർട്ട് കട്ട്സ് ആൻഡ് ആക്സിബിലിറ്റി. സോ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എസ് ക്യാപ്ചർ ജസ്റ്റ് 3 ഫിംഗർ സ്വൈപ്പ് ആണ് എസ് ക്യാപ്ചർ, സിമ്പിൾ. ആൻഡ് നമുക്ക് ലോങ് ഷോട്ട് എടുക്കണമെങ്കിൽ ഇതേ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, കണ്ടോ ലോഡിങ് വരും. ഇപ്പോൾ ലോങ് ആണെങ്കിൽ ജസ്റ്റ് ഈ സ്ക്രോൾ അപ്പ് എവിടെയാണ് നിർത്തേണ്ടത് അവിടെ ജസ്റ്റ് സേവ് ചെയ്യുക. അപ്പോൾ അത്ര ഏരിയ മാത്രമായിട്ട് സേവ് ആവും. സോ അതാണ് നമ്മുടെ എസ് ക്യാപ്ചർ. പിന്നെ സ്മാർട്ട് സ്പ്ലിറ്റ് ആണ് രണ്ടാമത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ക്രോം യൂസ് ചെയ്തിരിക്കുന്ന സെയിം സമയത്ത് തന്നെ നമുക്ക് വേറെ ആപ്പ് വേണം. ജസ്റ്റ് 3 ഫിംഗർ സ്വൈപ്പ് അപ്പ് കൊടുക്കുക, എന്നിട്ട് രണ്ടാമത്തെ ആപ്ലിക്കേഷനായ ചൂസ് ചെയ്യുക. സോ ഇറ്റ് സെയിം ടൈം തന്നെ നമുക്ക് നമ്മുടെ രണ്ട് ആപ്സ് സെയിം ടൈം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഗോയിങ് അതാണ് നമ്മുടെ സ്മാർട്ട് സ്പ്ലിറ്റ് ഓപ്ഷൻ. സോ ഉണ്ടോ, അതാണ് ഇത് ടേൺ ഓൺ ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് മോഷനാണ്. ഇവിടെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സ്മാർട്ട് സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ്. സോ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റേസ് ടു ദാറ്റ് മീൻസ് ഫോൺ ജസ്റ്റ് പിക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീൻ ഓൺ ആവുന്ന സംഭവം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഫോൺ ഇങ്ങനെ ഇരിക്കുവാണ്, ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഉണ്ടോ സ്ക്രീൻ ഓൺ ആയി. പിന്നെ അതുപോലെ ഡബിൾ ടാപ്പ് ടു വേക്ക്, ഇത് ജസ്റ്റ് ലോക്കായി. ഡബിൾ ടാപ്പ് ടു ലോക്കും ഡബിൾ ടാപ്പ് ടു വേക്കുമാണ്. ഇത് രണ്ടും കിടക്കണം ഓപ്ഷൻസ് ഉണ്ടോ. ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് ദ സ്ക്രീൻ, ടേൺ ഓൺ ദ സ്ക്രീൻ. ഓക്കെ, ഇനി നമ്മുടെ സ്മാർട്ട് വേക്കിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വൈപ്പ് അപ്പ് ടു അൺലോക്ക്, സ്വൈപ്പ് ഡൗൺ ടു ടേക്ക് എ ഫോട്ടോയാണ്. ഞാൻ എൻ്റെ ഡ്രോ ഇ ടു വേക്ക് അപ്പ് ദ കാൽക്കുലേറ്റർ. സോ ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഈ ഡ്രോ ചെയ്യുക, അപ്പോൾ കാൽക്കുലേറ്റർ വരും. സോ നമ്മുടെ ഓൾവേസ് ഡിസ്പ്ലേ ഓഫ് ആവട്ടെ. ലെറ്റ്സ് വെയിറ്റ്. ആൻഡ് ഞാൻ ജസ്റ്റ് ഈ ഡ്രോ ചെയ്തു. ഓക്കെ, കേട്ടോ ഇൻസ്റ്റൻറ്റ് കാൽക്കുലേറ്റർ വന്നു. ഇനി ഞാൻ സ്വൈപ്പ് അപ്പ് കൊടുക്കും കേട്ടോ. സോ ജസ്റ്റ് ഓൾവേസ് ഡിസ്പ്ലേ പോട്ടെ. ഓക്കെ, എൻ്റെ സ്വൈപ്പ് അപ്പ് കൊടുത്തു. ഓക്കെ, ഇൻസ്റ്റൻറ്റ് അൺലോക്കായി. സ്വൈപ്പ് ഡൗൺ ആണ്, ആണോ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി. ഓക്കെ, സോ ഇതാണ് ഭയങ്കര ഹാൻഡി ഫീച്ചേഴ്സാണ് വരുന്നത് ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, സോ അത്രയാണ് നമ്മുടെ സ്മാർട്ട് വേക്ക്. പിന്നെ എക്സ്ട്രാ നമുക്ക് സ്വൈപ്പ് ഹൊറിസോണ്ടലി ടു ചേഞ്ച് മ്യൂസിക്, ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് എഫ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്യണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഷേക്ക് ടു ടേൺ ഓൺ ഫ്ലാഷ് ലൈറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ഒന്നെങ്കിൽ ഹോം സ്ക്രീനിൽ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ നമ്മൾ ജസ്റ്റ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ട് യു കോൾ, അതിപ്പോൾ ഹോം സ്ക്രീനിലാണ് ഞാൻ ജസ്റ്റ് ഷേക്ക് ചെയ്യുക, നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും. ഉണ്ടോ അങ്ങനത്തെ ഫീച്ചർ വരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക്. ദാറ്റ്സ് ദ സ്മാർട്ട് മോഷൻ. നെക്സ്റ്റ് ക്വിക്ക് ആക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ഫോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ആപ്പ് ഇട്ട് വേണം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ക്രോമാണ് കൊടുത്തത്. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പോൾ പവർ ഓഫ് ചെയ്ത് ചുമ്മാ ഇരിക്കുകയാണ് ഫോൺ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാണ്. ജസ്റ്റ് ഫിംഗർ വെച്ചു, ഇൻസ്റ്റൻറ്റ് ക്രോം ഓപ്പൺ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്സ് ഇട്ട് നമുക്ക് അസൈൻ ചെയ്യാം. മീൻസ് ഇൻസ്റ്റാഗ്രാം ആണ് അല്ലെങ്കിൽ വാട്സാപ്പ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് അവിടെ തന്നെ നമുക്ക് അസൈൻ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് നമുക്ക് ആപ്പ് ഇട്ട് ക്വിക്കായിട്ട് പോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേറെ അസൈൻ ചെയ്തിട്ട് ഓപ്പൺ ആപ്പ് കൊടുത്തിട്ട് ഉണ്ടോ ഏത് ആപ്പ് ഇട്ടാണോ വേണ്ടത് ആ ആപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇവിടെ തന്നെ. ഓക്കെ, അതാണ് നമ്മൾ ക്വിക്ക് ആക്ഷൻ. പിന്നെ നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ. ബൈ ഡീഫോൾട്ട് പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് ആയിരിക്കും. മീൻസ് ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് ഇങ്ങനെ കയറി വരും. ഓക്കെ, സോ അത് അനോയിങ് ആയിട്ടുള്ളവർ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് എനേബിൾ പവർ ആൻഡ് എമർജൻസി മെനു ടാപ്പ് ചെയ്യുക. ഓക്കെ, യു ആർ ഗുഡ് ടു ഗോ. നൗ നമ്മുടെ പവർ മെനു വരും. ഓക്കെ, സോ അതാണ് കുറച്ചുകൂടി അടിപൊളി. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഈസി ടച്ച്. ദാറ്റ് മീൻസ് നമ്മുടെ ഐഫോൺസിലൊക്കെ കണ്ടുവരുന്ന അസിസ്റ്റീവ് ടച്ച് പോലത്തെ സംഭവമാണ്. നമ്മൾ നോക്കിയറിയാം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ വന്നിട്ടുണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഐക്കൺ എടുത്ത് നമ്മുടെ പവർ ബട്ടൻ്റെ കറക്റ്റ് നേരെ കൊണ്ടിടുക. അപ്പോൾ നമുക്ക് ഏത് സ്ക്രീനാണ് നമുക്ക് അത് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ന് വെച്ചാൽ കസ്റ്റമൈസ് മെനു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്സ് അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ടു ആഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആപ്സ് മൊത്തം ഫോൺ ഇൻസ്റ്റാൾ ചെയ്ത് മൊത്തം ആപ്സ് വരും. ഇപ്പോൾ നിങ്ങൾ ഗെയിമാണെങ്കിൽ എല്ലാ ഗെയിംസും സെലക്ട് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഇതൊക്കെയാണ് ഗെയിംസ് എന്ന് വെച്ചോ. ആൻഡ് നിങ്ങൾ ഷോർട്ട് കട്ട് ഇഷ്ടപ്പെട്ട ഷോർട്ട് കട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നിങ്ങൾ ഇപ്പോൾ ഏത് സ്ക്രീൻ ഇപ്പോൾ ക്രോമിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നിങ്ങൾ ഓർക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ ടാപ്പ് ചെയ്യുക. ഉണ്ടോ ഇൻസ്റ്റൻറ്റ് അല്ലാതെ നിങ്ങൾ ഡൗൺലോഡ് ഇഷ്ടമുള്ള ആപ്സ് ലോക്ക് ചെയ്യാനുള്ള സ്ക്രീൻസ് നമ്മുടെ ഇഷ്ടമുള്ള ഷോർട്ട് കട്ട്സ് എല്ലാം ഒറ്റയടി വരും. സോ ഏത് സ്ക്രീനാണെങ്കിലും നമുക്ക് ഇൻസ്റ്റൻറ്റ് നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ഈസി ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഗോ ബാക്ക്. പിന്നെ നെക്സ്റ്റ് നമുക്ക് 100 മോഡാണ്. സോ ജസ്റ്റ് ഇൻവേർഡ് ഔട്ട് ആണ്. ദാറ്റ് മീൻസ് ഉണ്ടോ ഇങ്ങനെയാണ് ചെയ്ത് 100 മോഡ് വരും. നിങ്ങൾക്ക് പിന്നെ സൈസ് കൂട്ടാൻ കുറയ്ക്കാണെങ്കിൽ ഇവിടെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്യാം, ബാക്ക്. പിന്നെ നമുക്ക് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ. ദാറ്റ് മീൻസ് ഇൻകമിംഗ് കോൾസ് വരുമ്പോൾ ജസ്റ്റ് റിയർ ക്യാമറ ഫ്ലാഷ് ഓൺ ആവണം. അത് ജസ്റ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകമിംഗ് കോൾസ് വരുമ്പോൾ റിയർ ക്യാമറ ഫ്ലാഷിന് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ എനിക്ക് നമ്മുടെ 8GB 256GB വേരിയൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 8GB എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് നിങ്ങൾ ജസ്റ്റ് റാം ആൻഡ് സ്റ്റോറേജ് പോകാത്ത റാം സെലക്ട് ചെയ്യുക. അത് കണ്ടോ എക്സ്റ്റൻഡ് റാം. സോ 8GB നിങ്ങളുടെ സിന്നാണ് സ്റ്റോറേജ് യൂസ് ചെയ്തിട്ട് അത് നിങ്ങളുടെ റാം ആയിട്ട്. മീൻസ് ഒരു വെർച്വൽ റാം, ഒരു സോർട്ട് ഓഫ് പ്യുവർലി ഒരു റാം ഹെൽപ്പർ എന്ന് വേണം പറയാം നമുക്ക്. മീൻസ് ഒരു അസിസ്റ്റൻറ്റ് ഉള്ളത് എന്തായാലും ഹാപ്പി ടു ഹാവ് ദാറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. എൽസ് നിങ്ങൾക്ക് സ്റ്റോറേജ് ആണ് മുഖ്യമെങ്കിൽ ജസ്റ്റ് ഇത് ഡിസേബിൾ ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ നെക്സ്റ്റ്. ദാറ്റ് മീൻസ് നമുക്ക് അൾട്രാ ഗെയിം മോഡ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. ഇൻസെയിൻ ആണ് ഇതിൻ്റെ സ്കോർസ് എന്നൊക്കെ പറഞ്ഞാൽ. അത് നിങ്ങൾ അഡോബ് ബെഞ്ച് സ്കോർസ് ജസ്റ്റ് ക്വിക്കായിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ അഡോബ് ബെഞ്ച് മാർക്ക് സ്കോർസ്. ഇത് GPU ഒക്കെ ഉണ്ടോ 5,79,000 ആൻഡ് സ്റ്റോറേജ് ടെസ്റ്റിന് സ്കോർസ് കാണിച്ചു തരാം. സോ 1,23,000 രൂപ നെക്സ്റ്റ് ലെവലിലായിട്ടാണ് സ്കോർസ് ഒക്കെ പോണേ. സോ അതുകൊണ്ട് അൾട്രാ ഗെയിം മോഡിൽ ഇഷ്ടംപോലെ അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട്. ഈ സ്പോർട്സ് മോഡ് ദാറ്റ് മീൻസ് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് കൺട്രോൾ, ഒപ്റ്റിമൈസ് ഡിസ്പ്ലേ, അങ്ങനെ അഡാപ്റ്റീവ് ഫ്രെയിം റേറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളാണ്. പിന്നെ ഡിസ്പ്ലേയിൽ എൻഹാൻസ്മെൻറ്റ് ദാറ്റ് മീൻസ് കളേഴ്സ് ഒക്കെ അടിപൊളിയാക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ബൈ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട. പിന്നെ ഗെയിം ഫ്രെയിം റേറ്റ് ഇൻ്റർപോളേഷനാണ് ഉള്ളത്.
ദറ്റ് മീൻസ് 90 FPS ഉള്ള ഗെയിംസ് അല്ലെങ്കിൽ 60 FPS ഉള്ള ഗെയിംസ് കുറച്ചാണ് കൂട്ടിയായി വെച്ച് ചിലപ്പോൾ കുറച്ചും അടിപൊളിയായിട്ട് ഒരു സ്മൂത്ത്നെസ് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് അത് വരുന്നത്. പിന്നെ 4D ഗെയിം വൈബ്രേഷൻ മീൻസ് നമ്മൾ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ബുള്ളറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി ഒരു അടിപൊളി ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നല്ലൊരു 4D വൈബ്രേഷൻ കിട്ടാനുള്ള ഓപ്ഷൻ. പിന്നെ നമുക്ക് ഫ്രെയിം റേറ്റ് പ്രയോറിറ്റിയുടെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ്. സോ ഇത്രയും ഹൈലി കസ്റ്റമൈസബിൾ ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഓക്കെ, പിന്നെ ഇത് കൺട്രോൾ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം അതായത് ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, അതേപോലെ ആപ്പ് ക്ലോൺ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റായിട്ട് നമ്മുടെ സെക്യൂരിറ്റി എടുക്കുക. സെറ്റ് സെക്യൂരിറ്റി ആൻഡ് നമുക്ക് ഓപ്ഷൻ കിട്ടുന്നുണ്ട് പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. സോ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്നിട്ട് ആപ്പ് എൻക്രിപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ സെറ്റ് ചെയ്യാനൊക്കെ പറയും. ഓക്കെ, സോ ജസ്റ്റ് സെറ്റ് ചെയ്യാൻ ഞാൻ ഫേസ്ബുക്കാണ് ലോക്ക് ആക്കിയാണ്. ആൻഡ് ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫേസ്ബുക്ക് ലോക്ക്ഡാണ് കേട്ടോ. ഓക്കെ, സോ ഓരോ ടൈമും നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ടൈമും നമ്മുടെ ലോക്ക് ചോദിക്കണം. ജസ്റ്റ് ആപ്പ് എൻക്രിപ്ഷനിൽ പോകുക. എന്നിട്ട് ഇവിടെ ബൈ ഡീഫോൾട്ട് ആയിട്ട് 1 minute ആഫ്റ്റർ ആപ്പ് ഈസ് ക്ലോസ്ഡ് ഓർ ദ സ്ക്രീൻ ഈസ്, ദാറ്റ് മീൻസ് നിങ്ങൾ ആപ്പ് ക്ലോസ് 1 minute കഴിഞ്ഞാൽ അതിൽ പിന്നെ ലോക്ക് ആവുള്ളൂ. സോ എപ്പോഴാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ഓർ ദ ആപ്പ് ഈസ് ക്ലോസ്ഡ് ആക്കി വയ്ക്കുക. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങൾ ആപ്പ് ലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വെച്ചാൽ ആപ്പ് ഹൈഡാണ്. സോ ആപ്പ് ഹൈഡ് ആവാൻ എളുപ്പമാണ്. ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്തിട്ട് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വ്യൂ ഹിഡൻ ആപ്സ്, സ്വൈപ്പ് അപ്പ് വിത്ത് 2 fingers ഓൺ ദ ഹോം സ്ക്രീൻ ഓൺ ആക്കിയിടുക. എന്നിട്ട് ഇപ്പോൾ സപ്പോസ് ഞാൻ ആമസോണും ആണ് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. ആമസോൺ ഹൈഡ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഹോം സ്ക്രീൻ ജസ്റ്റ് 2 fingers സ്വൈപ്പ് അപ്പ് ചെയ്താൽ മതി. ആണോ, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഹിഡൻ ആപ്സ് വന്നു. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഓക്കെ, സോ വ്യൂ ഹിഡൻ ആപ്സ് വന്നു. ആൻഡ് നിങ്ങൾ ഈ ഓപ്ഷൻ വെരിഫൈ പ്രൈവസി പേഴ്സണൽ ഓപ്ഷൻ ഓൺ ആക്കിയില്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ബൈ ഡിഫോൾട്ട് ഓഫ് ആയിരിക്കും. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഹിഡൻ ആപ്സ് വരും. സോ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഓൺ ആക്കിയിടുക. സോ ഈച്ച് ആൻഡ് എവറി ടൈം നിങ്ങളോട് ചോദിച്ചോളും ആപ്പ് ഹൈഡ് ചോദിക്കുമ്പോൾ. അപ്പോൾ അറിയില്ലാത്ത ആൾ ജസ്റ്റ് കയറി സ്വൈപ്പ് ചെയ്താലും ഇത് ചോദിച്ചിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ എൻ്റെ ഫേസ് റെക്കഗ്നൈസ് വന്നാണ്. ഇത് ഇല്ലെങ്കിൽ ഇത് കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ഫേസ് ഓഫ് ഫിംഗർ പ്രിൻറ്റ് ചോദിച്ചിട്ട് ഫിംഗർ പ്രിൻറ്റ് അടിച്ചാൽ മാത്രമാണ് ഹൈഡൻ ആപ്സ് കാണിക്കും. സോ അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ആൻഡ് നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറോ ഫേസ് റെക്കഗ്നിഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ടു ദ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. അവിടെ നമ്മളോട് ഒരു ഓപ്ഷൻ ചോദിക്കും. സോ എനിക്ക് ചോദിക്കുന്നത് പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ ഓപ്ഷൻ, അത് ജസ്റ്റ് എനേബിൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആപ്പ് ലോക്കിൽ ആപ്പ് ഹൈഡിലും വരും. അതേപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ എടുക്കുക. ഫേസ് റെക്കഗ്നിഷനിലും സെയിം സംഭവം തന്നെ പ്രൈവസി ആൻഡ് ആപ്പ് എൻക്രിപ്ഷൻ ഓപ്പൺ അതും ടേൺ ഓൺ ചെയ്യുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയും വരും. പിന്നെ ഇതിനോടനുബന്ധിച്ചൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റേ ഓൺ ലോക്കിൻ ആഫ്റ്റർ അൺലോക്കിംഗ് ബൈ ഡീഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. അത് ജസ്റ്റ് ഓഫ് ആക്കുക. ഓക്കെ, ആൻഡ് എലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് റൈസ് ടു വയ്ക്കുന്നത് നമ്മുടെ ഷോർട്ട് കട്ട് ആക്സിബിലിറ്റിയിൽ സ്മാർട്ട് മോഷനകത്ത് സ്മാർട്ട് സ്ക്രീൻ ഓൺ ഓഫിനകത്ത് റൈസ് ടു വേക്കാണ്. അതും കൂടെ ഓണാണ്. സോ ഓക്കെ, പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഫോൺ വെക്കുകയാണല്ലോ. ഓക്കെ, സോ ഞാൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റൈസ് ടു വേക്ക് ആണ്. ദാറ്റ് മീൻസ് അങ്ങനെ ഫോൺ സ്ക്രീൻ ടേൺ ഓൺ ആവും. ആൻഡ് ദെൻ സ്റ്റേ ഓൺ ലോക്സിൻ ആഫ്റ്റർ അൺലോക്കിംഗ് ഓഫ് ആയത് കാരണം എപ്പോഴൊക്കെ ഫേസ് റെക്കഗ്നൈസ് അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് ഹോം സ്ക്രീൻ വരും. സോ ഞാൻ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നില്ല, ചുമ്മാ ജസ്റ്റ് ഫോൺ എടുക്കുന്നു, എൻ്റെ നേരെ കാണിക്കുന്നു, കണ്ടോ ഇൻസ്റ്റൻറ്റ് ഹോം സ്ക്രീൻ. സോ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, സോ അത് മേക്ക് ഷുവർ യു എനേബിൾഡ്. ഓക്കെ, ഈ നെക്സ്റ്റ് വെച്ച് നമ്മുടെ സിസ്റ്റം നാവിഗേഷൻ ആണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ നിങ്ങളിപ്പോൾ ആപ്പ് നിങ്ങളിപ്പോൾ ആലോചിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ട് കുറേ ടൈം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിമിറ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാം 15 minute യൂസ് അല്ലെങ്കിൽ 1 മണിക്കൂർ യൂസ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക. നമ്മൾ ആ ഒരു റൗണ്ട് ഇവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്സും ഇവിടെ കാണിക്കുന്നതുണ്ടോ, എല്ലാ ആപ്സും കാണിക്കും. അതിൻ്റെ തൊട്ടി പറയുന്ന ടൈമറിൻ്റെ ഓപ്ഷൻ കാണിക്കും. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് നമ്മൾ എത്ര നേരമാണ് യൂസ് ചെയ്യുന്നത്. സോ എനിക്കിപ്പോൾ ഈ ആപ്പ് ജസ്റ്റ് 5 minute യൂസ് ചെയ്യാൻ വേണ്ടി ഇത് 5 minute സെറ്റ് ചെയ്യുക. അല്ല ഇനി ഈ ആപ്പ് 15 minute യൂസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ 15 minute സെറ്റ് ചെയ്യുക. അങ്ങനെ എത്ര മിനിറ്റാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. സോ ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ദിസ് ആപ്പ് ഈസ് ഗോയിങ് ബി ക്ലോസ്ഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് ഒരു അവയർനെസ് കിട്ടും. നമ്മളത് പ്യൂറായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ചെയ്യാം, സിമ്പിളായി ഡിസേബിൾ ചെയ്യാം. ബട്ട് സ്റ്റിൽ നമുക്കൊരു അവയർനെസ് ഞാൻ ഇത്ര നേരമായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ അവയർനെസ് കിട്ടാണ് സംഭവമാണിത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പേരൻ്റൽ കൺട്രോൾസിൽ തന്നെ നമുക്ക് നമ്മുടെ ഫോക്കസ് മോഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ബെഡ് ടൈം സെറ്റ് ചെയ്യും, പിന്നെ അതേപോലെ പേരൻ്റൽ കൺട്രോൾസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. സോ മേക്ക് ഷുവർ യു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ സിസ്റ്റം നാവിഗേഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം ഞാനിപ്പോൾ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നാവിഗേഷനാണ്. ഭയങ്കര സിമ്പിൾ. ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്ത ഹോം ബുക്കോളും ആൻഡ് ഇത് റൈറ്റ് സ്വൈപ്പ് അല്ലെങ്കിൽ ഇത് ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത ബാക്ക് ബുക്കോളും ആൻഡ് സ്വൈപ്പ് അപ്പ് ആൻഡ് സ്റ്റോപ്പ് അറ്റ് ദ മിഡിൽ റീസൺസ്. ഇനി റീസൺസ് സ്വിച്ച് ചെയ്യണം ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. സോ ഒരു ആപ്പിലാണ് ജസ്റ്റ് നമ്മൾ ഗാലറിയിൽ ഫോട്ടോസ് വരുന്ന പോലെ പോയാൽ മതി. കണ്ടോ ഇത്രയൊക്കെ കാണുന്നില്ല. സോ വൺസ് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ഇതുണ്ടാവും. ബട്ട് വിത്തിൻ 1-2-3 days നമുക്ക് ഇതായിരിക്കും ഏറ്റവും കണ്ടു. സോ ജസ്റ്റ് സിസ്റ്റം നാവിഗേഷൻ ടാപ്പ് ചെയ്യുക. എന്നിട്ട് 3 ബട്ടൺ നാവിഗേഷൻ ആയിരിക്കും ബൈ ഡീഫോൾട്ട് വരുന്നത്. ഇങ്ങനത്തെ ബട്ടൺ നാവിഗേഷൻ. ഇനി ബട്ടൺ നാവിഗേഷൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഓറിയൻറ്റേഷൻ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ പിന്നെ സ്റ്റൈൽസ് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ കിട്ടും. പക്ഷേ ഐ ഡു റെക്കമെൻഡ് കീപ്പിംഗ് ഓൺ ദ ജസ്റ്റ് നാവിഗേഷൻ. ആൻഡ് ദെൻ ഹൈഡ് ബോട്ടം ബാർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാറോട് കിടക്കും. അത് നിങ്ങൾ ഹൈഡ് ചെയ്യുക. സോ ഫസ്റ്റത്തെ ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടി ഇത് ഇട്ടോ, കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ദെൻ നിങ്ങൾ ഹൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കണ്ടോ സ്വൈപ്പ് ഹൊറിസോണ്ടലി ടു സ്വിച്ച് ബിറ്റ്വീൻ ദ ആപ്സ്. അത് ഓൺ ആക്കിയില്ലെങ്കിൽ കണ്ടോ ഇങ്ങോട്ടൊന്നും പോകില്ല. കണ്ടോ ഇപ്പോൾ പോകില്ല. അത് ഓൺ ആക്കിയാലാണ് നമുക്ക് നെക്സ്റ്റ് ആപ്പ് ഇട്ട് കണ്ടോ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുള്ളൂ. അതാണ് ഏറ്റവും അടിപൊളി. റിയലി യൂസർ ഫ്രണ്ട്ലി ആണ് സംഭവം. കണ്ടോ. സോ മേക്ക് ഷുവർ യു ചെക്ക് ഇറ്റ് ഔട്ട്.
പിന്നെ നിങ്ങൾ ഫോൺ ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അത്ര ട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ആപ്സ്, നിങ്ങളുടെ ഗാലറീസ് അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ആപ്പിലൊക്കെ ഇടാനും ടൈമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ആൾക്ക് എന്തെങ്കിലും കോൾസോ അങ്ങനെ എന്തെങ്കിലും നെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണമെന്നും പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാണ്ടിരിക്കണം. അങ്ങനത്തെ സിറ്റുവേഷൻ ലോക്കായി പോയി. ജസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ മറ്റേ ആണ് ഇപ്പോൾ ഞാൻ തേർഡ് പാർട്ടിയാണ് ഞാൻ നോക്കി കഴിഞ്ഞാൽ ഗാലറി നോക്കി കഴിഞ്ഞാൽ ഒറ്റ കണ്ടന്റ് ഉണ്ടാവില്ല. എൻ്റെ ആപ്സ് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടോ ഒരു ആപ്സും ഞാൻ എക്സ്ട്രാ ഇൻസ്റ്റാൾ ഒരു ആപ്സും ഉണ്ടാവില്ല. ഫ്രഷ് ആയിട്ടൊരു ഫോൺ പോലെ ഇരിക്കും കണ്ടോ. എൻ്റെ കോൾ ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല, എല്ലാ റീസൺസ് ഒക്കെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലോക്ക് ചെയ്യാൻ കാണിച്ചു തരാം. ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ സിസ്റ്റം എടുക്കുക. സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സൈഡ് ഇൻ ആസ് ഗസ്റ്റാണ്, ഞാൻ റിമൂവ് ഗസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ നോർമൽ യൂസർ ചെയ്യാൻ മാറും. ഓക്കെ ഉണ്ടോ. ഇപ്പം എൻ്റെ നോർമൽ ഫോണാണ്. എൻ്റെ ഗാലറിയൊക്കെ കംപ്ലീറ്റ് ഡേറ്റാസ് ഉള്ള ഗാലറിയും ആപ്സൊക്കെ കംപ്ലീറ്റ് ഉള്ള ആപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ എപ്പോഴൊക്കെ അങ്ങനെ ഫോൺ നോക്കുക, ജസ്റ്റ് ആഡ് ഗസ്റ്റ് ഇട്ടിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗസ്റ്റ് ഇട്ട് പോകും. സോ ഇനി അയാൾ നമ്മുടെ നോർമൽ ഫോൺ ട്രൈ നോക്കിയാൽ നമ്മുടെ പിൻ ചോദിക്കും. ഓക്കെ, സോ ഇഷ്യൂസ് ഇല്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേയിലെ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ ഐ കംഫർട്ട് മോഡ്. ദറ്റ് മീൻസ് നമ്മുടെ നൈറ്റിലൊക്കെ ലൈറ്റ് ഇല്ലാണ്ട് റൂമിൽ ഫോൺ യൂസ് മസ്റ്റ് ആയിട്ട് ടേൺ ഓൺ ചെയ്യുന്ന ഓപ്ഷൻ ഐ കംഫർട്ട് മോഡ്. സോ ദറ്റ് മീൻസ് ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ നമുക്ക് ഡാർക്ക് തീം ഉണ്ട്. ഓക്കെ, റിയലി നൈസ് ആണ്. 2K ഡിസ്പ്ലേ അടിപൊളിയാണ്. പിന്നെ സ്ക്രീൻ കളേഴ്സ് ബൈ ഡിഫോൾട്ട് ആയിട്ട് അത് സ്റ്റാൻഡേർഡ് ആയിരിക്കും പറഞ്ഞത്, പക്ഷേ ബ്രൈറ്റിലാണ് ഏറ്റവും പഞ്ച് കളേഴ്സാണ്. സോ കീപ് ഇറ്റ് ഓൺ ബ്രൈറ്റ്. ആൻഡ് നെക്സ്റ്റ് ചെയ്യുന്ന നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ ബൈ ഡിഫോൾട്ട് ഫുൾ HD ആയിരിക്കും. അത് മാക്സിമം 2K ആക്കുക, മാക്സിമം റെസൊല്യൂഷൻ വേണ്ടി. പിന്നെ നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് ബൈ ഡിഫോൾട്ട് സ്മാർട്ട് സ്വിച്ച് ആണ്. എനിക്ക് ചില സിനാരിയോസിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് 144 ഹെർട്സ് അല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നത് ജസ്റ്റ് ഹൈ ആക്കുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈയിൽ തന്നെ എപ്പോഴും 144 ഹെർട്സ് നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ വിഷൻ എൻഹാൻസ്മെൻറ്റ് ആണ്. സോ ഇത് കുറച്ചും കൂടെ കളേഴ്സൊക്കെ കുറച്ചും കൂടെ ഒരു പഞ്ചി വിവിഡ് ഒക്കെ ആവും. സോ ജസ്റ്റ് എനേബിൾ ചെയ്യുക. സോ സപ്പോർട്ട് ആപ്സ് ഒക്കെ കൂടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഡിസ്പ്ലേക്ക് ആകത്തുള്ളൂ. പിന്നെ നമ്മൾ ലോ സ്ക്രീൻ വാൾപേപ്പറിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഇഷ്ടം പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്റ്റൈൽസ് ഉണ്ട്. ഹൈലി കസ്റ്റമൈസബിൾ ആണ്. ഇത് ക്ലാസിക് സ്റ്റൈൽ, നോർമൽ സ്റ്റൈൽ, ഇഷ്ടം പോലെ സ്റ്റൈൽസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഗോ ബാക്ക്. ആൻഡ് ഇനി ഡിസ്പ്ലേ മോഡ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും കാണിക്കണമെങ്കിൽ ഡിസ്പ്ലേ ഓൾ ഡേ എടുക്കുക, അല്ലെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇന്ന സമയം സ്റ്റാർട്ട് ടൈം എൻ ടൈം കൊടുക്കുക. ഇനിയല്ല നിങ്ങൾക്ക് ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ, മൂവ് ദ ഫോൺ സ്റ്റൈൽ. ദറ്റ് മീൻസ് നിങ്ങളുടെ ഫോൺ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോസ് ഇപ്പോൾ ബെഡിലാണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഫോൺ ഓഫ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ടൈം കണ്ടാൽ മതി, ഫോൺ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഫോൺ ചുമ്മാ നനക്കുക. കേട്ടോ, ഓട്ടോമാറ്റിക് ടൈം നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും അവിടെ വന്നു. സോ അതാണ് ഏറ്റവും കൺവീനിയൻറ്റ്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. ആൻഡ് നോട്ടിഫിക്കേഷൻസ് വേണോ, ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് വേണം, ഇതൊക്കെ ഇപ്പോൾ ഫോൺ വേണ്ട, മെസ്സേജസ് വേണ്ട, അതൊക്കെ ഡിസേബിൾ ചെയ്തില്ല. സോ അതാണ് ഓൾവേസ് ഡിസ്പ്ലേ. പിന്നെ തീംസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ UI കളർ, ദറ്റ് മീൻസ് നമ്മൾ കളർ പാലറ്റ് പോലെ വാൾപേപ്പറിൻ്റെ കളർ അഡാപ്റ്റ് ചെയ്തൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഐക്കൺസിൻ്റെ കളറൊക്കെ മാറി ഇച്ചിരി കൂടെ കസ്റ്റമൈസ് കളേഴ്സ് ആവും. പിന്നെ ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ്. ഫസ്റ്റ് ലോക്ക് സ്ക്രീൻ പോൾ. ദാറ്റ് മീൻസ് ഓരോ തവണ നമ്മൾ ഫോൺ ലോക്ക് ചെയ്യുമ്പോഴൊക്കെ ഓരോ വാൾപേപ്പർ നമ്മൾ ലോക്ക് സ്ക്രീൻ വന്നിട്ടിരിക്കും. സോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ ടൈപ്പ് നിങ്ങൾക്ക് വേണ്ടത് മാത്രം. നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ് മൂവീസ് വേണ്ടെങ്കിൽ മൂവീസ് അൺടിക്ക് ചെയ്യുക. ഇനി ഏതൊക്കെയാണ് വേണ്ടത് അത് ടിക്ക് ചെയ്യുക. അതാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ടൈപ്പ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ലോക്ക് സ്ക്രീൻ ടെക്സ്റ്റ് വരാം. ഇപ്പോൾ ഞാൻ ഗോഡീസിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നിങ്ങൾ ഓക്കെ കാണിച്ചു തരാം. കേട്ടോ, ഗോഡീസിൽ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ ലോക്ക് സ്ക്രീൻ സെറ്റിംഗ്സ്. പിന്നെ ഇത് ഇപ്പോൾ നോക്കിയാൽ ലെഫ്റ്റ് ഷോർട്ട് കട്ട് ഫോണും റൈറ്റ് ഷോർട്ട് കട്ട് ക്യാമറയാണ്. അത് മാറ്റിയിട്ട് വേറെ ചെറിയ കസ്റ്റമൈസുകൾ വാലറ്റും ഡിവൈസ് കൺട്രോൾസ് അങ്ങനെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് ഡ്രോയർ സ്റ്റൈൽ. ഇപ്പോൾ നമുക്ക് വിത്ത് ആപ്പ് ലോഞ്ചറാണ് നമ്മുടെ ഡ്രോയർ വരുന്നത്. ഇനി ആപ്പ് ലോഞ്ചർ വേണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആക്കുക. അപ്പോൾ ആപ്പ് ലോഞ്ചർ ഉണ്ടാവില്ല. ആൻഡ് നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കാര്യമാണ് സ്വൈപ്പ് ഡൗൺവേർഡ്സ് ആൻഡ് ഹോം സ്ക്രീൻ. യൂഷ്വലി ബൈ ഡിഫോൾട്ട് ഗ്ലോബൽ സെർച്ച് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിങ്ങനെ നമ്മൾ ഹോം സ്ക്രീൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സംഭവം വരും. അനോയിങ് ആണ്. അത് ജസ്റ്റ് മാറ്റിയിട്ട് ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് എടുക്കുക. ജസ്റ്റ് മാറ്റിയിട്ട് നമ്മുടെ ഗ്ലോബൽ സെർച്ച് മാറ്റിയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടോ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഐക്കൺസ് വരും. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഫോണിൻ്റെ മൊത്തം കസ്റ്റമൈസേഷൻ മീൻസ് നമ്മൾ ഈ ആനിമേഷൻ ടൈപ്പ് കസ്റ്റമൈസേഷൻ ഒക്കെയാണ്. ഈ ഹോം സ്ക്രീൻ എൻട്രിങ് ഉള്ള ആനിമേഷൻ ഇങ്ങനെ വന്നോ അതിങ്ങനെ കറങ്ങി വന്നാൽ മതി, അങ്ങനത്തെ കുറച്ച് എഫക്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തേർഡ് പാർട്ടി നോവ ലോഞ്ചർ അങ്ങനത്തെ ലോഞ്ചർ പോലത്തെ ആക്റ്റീവാണ്. പിന്നെ ആംബിയൻ ലൈറ്റ് എഫക്ട്. ദാറ്റ് മീൻസ് നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ് ആണ്. കണ്ടോ, അതിനകത്ത് ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഏത് രീതിയിൽ ഇപ്പോൾ കോൾസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെ വരണം. ഇനി അത് മാത്രം അതിന് തൊട്ട് മേളിലാണ് കോൾസ് വരുന്നുണ്ടോ, ഇൻകമിങ് കോൾസ് വരുമ്പോൾ ഏതാണ് നോട്ടിഫിക്കേഷൻ വേണ്ടത്, അതിൻ്റെ ട്രാൻസ്പെറൻസി, കളറൊക്കെ നിങ്ങൾക്ക് കസ്റ്റം സെറ്റ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ. ഓക്കെ, അതാണ് ആംബിയൻ ലൈറ്റ്, അതാണ് എഡ്ജ് ലൈറ്റിംഗ് എന്ന് പറയും. പിന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ആനിമേഷൻ, ഓരോ വർഷം തൊടുമ്പോൾ ആനിമേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, അതൊക്കെ കാണുവാനാണ്. ബിക്കോസ് ഓരോ തവണ ഇങ്ങനെ ഗ്ലിറ്ററിങ് എഫക്റ്റ് ഒക്കെ വരും നമ്മൾ ഓരോ ടച്ച് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ ഡൈനാമിക് എഫക്ട്സ് എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, പിന്നെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഐക്കൺ ആനിമേഷൻ. ഇപ്പോൾ നോക്കിയാൽ ഇതാണ് ഐക്കൺ, അത് മാറ്റിയിട്ട് വേറെ ഐക്കൺ ആക്കണം. ഇവിടെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റെക്കഗ്നേഷൻ ആനിമേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഞെക്കുമ്പോൾ ഒരു ആനിമേഷൻ കണ്ടോ, ആ ആനിമേഷൻ മാറ്റിയിട്ട് വേറെ ആനിമേഷൻ ആക്കാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. കുറേ ഉണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ ചാർജിങ് ആനിമേഷൻ, USB ഇൻസേർട്ട് ആനിമേഷൻ, ഫേസ് റെക്കഗ്നിഷൻ ആനിമേഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മൊത്തം കസ്റ്റമൈസേഷൻ കേട്ടോ അത്.
പിന്നെ നമ്മൾ വിട്ടുപോയാണ് നമ്മുടെ ആപ്പ് ക്ലോൺ, അതായത് മീൻസ് നമ്മുടെ ആപ്സിനകത്താണ് ആപ്പ് ക്ലോൺ കൊടുക്കുക. ജസ്റ്റ് ഈ ആപ്പ് ക്ലോൺ കൊടുക്കുക. അപ്പോൾ സപ്പോർട്ടഡ് ലിസ്റ്റഡ് ആപ്സ് എല്ലാം ഇവിടെ വരും. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പ് ക്ലോൺ സപ്പോർട്ട് എല്ലാം വരും. അപ്പോൾ ജസ്റ്റ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ആപ്സ് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റ ഫോണിൽ തന്നെ. ഓക്കെ, ദെൻ നോട്ടിഫിക്കേഷൻ മീൻസ് ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ റിസീവ് ആയി, ദെൻ ആ ആൾ ഡിലീറ്റ് ഫോർ എവരി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ റിക്കവർ നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഇത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ, ഇനി നിങ്ങൾ തന്നെ അൺവാണ്ടായിട്ട് ക്ലിയർ ചെയ്ത് കളഞ്ഞാണോ, അതിപ്പോൾ എന്ത് ക്ലിയർ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് വിട്ടു. പിന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ വെച്ചു ഇത്, പക്ഷേ ഞാൻ അറിയാണ്ട് പെട്ടെന്ന് എല്ലാം ക്ലിയർ ചെയ്തു. പക്ഷേ അറിയണോ വിത്ത് ടൈം സ്റ്റാമ്പ് സഹിതം എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ അതാണ് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. അവിടെ തന്നെ നമുക്ക് നൈറ്റ് മോഷൻ എലോങ് വിത്ത് ദാറ്റ് നമുക്ക് ലൈവ് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ. പിന്നെ നൈറ്റിനകത്തായിട്ട് നമുക്ക് ട്രൈപോഡ് മോഡ് വരുന്നുണ്ട്. ദെൻ നമുക്ക് പനോരമ നൈറ്റ് വരുന്നുണ്ട്. പിന്നെ ലോങ് എക്സ്പോഷർ മോഡ് വരുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ആണ് ഇഷ്ടം പോലെ എഫക്ട്സ് ആട്ടോ. അവിടെ നമ്മുടെ പോർട്രേറ്റ്. ഓക്കെ, സോ പോർട്രേറ്റ് ഇഷ്ടംപോലെ സ്റ്റൈൽസ്, അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ്. ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് നമ്മുടെ ഫേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ദെൻ നമ്മുടെ അപ്പർച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ നമുക്കിത് ഇവിടെ നൈറ്റ് മോഡ് എടുക്കാനുള്ള ഓപ്ഷൻ, സൂപ്പർ നൈറ്റിന് ഓപ്ഷൻ. പിന്നെ ഫോട്ടോസിനകത്താണ് ഇവിടെ നാച്ചുറൽ കളർ നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ടു ഇച്ചിരി വൈബ്രൻ്റ് ഒക്കെ ആക്കേണ്ട കളർ, നല്ല രസമുണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ നോർമൽ ഫോട്ടോയിലും. ഓക്കെ, ആൻഡ് ദെൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇതാണ് നമ്മുടെ സ്റ്റെബിലൈസേഷൻ. അൾട്രാ സ്റ്റെബിലൈസേഷൻ ആണ് 108 at 60 FPS, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ആണ് 4K at 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4K at 60 FPS ചെയ്യണ്ടോ, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഓണാണ്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് മാക്സിമം നമുക്ക് 8K at 30 FPS വരെ നമുക്ക് റെക്കോർഡിംഗ് പോസിബിൾ ആണ് നമുക്ക് ഈ ഫോണിൽ. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫിൽറ്റേഴ്സ്, ഫേസിൻ്റെ ഒക്കെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ മോറിനകത്ത് 50 MB ഡെഡിക്കേറ്റഡ് റെസൊല്യൂഷൻ, പിന്നെ പനോരമിക്, സ്ലോ മോഷൻ, സൂപ്പർ മൂൺ, ഡുവൽ വ്യൂ വീഡിയോ, മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡ്. പിന്നെ അൾട്രാ എച്ച് ഡി ഡോക്യുമെൻറ്റ്, ലോങ് എക്സ്പോഷർ, പ്രോ മോഡ്, അപ്പേച്ചർ ISO വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് പ്രോ മോഡ്. പിന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലാപ്സ് ഹൈപ്പർ. So guys, ഇത്രയാണ് നമ്മുടെ Iqoo ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ഒക്കെ വീഡിയോ. So guys, that's all for today. Signing off, it's Phone Mania.